നിങ്ങൾക്ക് എന്തറിയാം? ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് തിരികെ വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം തിരികെ ചോദിച്ചപ്പോ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മണിയിൽ അംഗത്തമർച്ചയോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുഞ്ചതികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാടം നിങ്ങളുടെ നാട്ടിൽ. പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് നോക്കാം. അപ്പോ എന്താണ്? ഇരുമ്പാണി തട്ടി മുളയാടി വെച്ച് എന്നാണ് പറയുന്നത്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഞങ്ങള് ഇരുമ്പാണി തട്ടുന്ന ആളുകളല്ല. ഞങ്ങൾക്ക് മുളയാടി വെക്കേണ്ട കാര്യമില്ല. ആടി ഏതാടി എവിടെ വെക്കാം എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതൊന്നും നിങ്ങൾ പഠിപ്പിക്കട്ടെ. പിന്നെ പൊൻകാരം കൊണ്ട് ചിരിക വിളിക്കുന്നാണ് പറയുന്നത്. ആരാ പൊൻകാരം കൊണ്ട് ചിരിക വിളിക്കുന്നത്? ഞങ്ങളാണോ പൊൻകാരം കൊണ്ട് ചിരിക വിളിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കി അറിയുന്ന കാര്യമാണല്ലോ അത്. പിന്നെ 16 പണം കൊടുത്തു എന്നാണ് പറയുന്നത്. ആരാ 16 പണം കൊടുത്തത്? പണം കൊടുക്കാനാണെങ്കിൽ നിങ്ങളുടെ കയ്യിലല്ലേ പണമുള്ളത്? നിങ്ങളെ പാടന്മാർ പാടി നടന്നിട്ടൊന്നും ഞങ്ങളെ തോൽപ്പിക്കാതെ വിചാരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം പിന്നെയും ബാക്കിയാണ്. അതുകൊണ്ട് അതൊക്കെ അവിടെ വെച്ചാൽ മതി. നന്ദി. ഇതേ സംഭാഷണം നമ്മുടെ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. എന്താ ഇഷ്യൂ? നിങ്ങൾ പറഞ്ഞല്ലോ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പിന്നെ എന്തോ കാരം കൊണ്ടെന്തോ ചെയ്തെന്ന്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂ അല്ല. കാരണം ഞങ്ങൾക്ക് ആകെയുള്ള ആണി എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ്. മറ്റാണിയുടെ കാര്യത്തിലൊന്നും ഞങ്ങൾക്കൊരു ഇഷ്യൂ ഇല്ല. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ, ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കൂടി അനുകരിക്കാം. ഇതേ സംഭാഷണം. ഈ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അതേപ്പറ്റി ഒരു അഭിപ്രായം പറയണമെങ്കിൽ ആ ആണി അത് ഏത് ജാതി ആണിയാണെന്ന് അറിയാതെ നന്ദി. ഒരു നല്ലൊരു കൈയടി. കാരണം ജാനുവരിനോട് വിശേഷങ്ങൾ വെച്ച 1-2 തമാശകളൊക്കെ ഇന്നും പറയാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മുടെ ജാനു തമാശ എന്ന കാർട്ടൂൺ പരമ്പരയിലെ മുഴുവൻ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയത് ഒരാളാണ്. അത് മറ്റാരുമല്ല, ജാനുവടുത്തിയായി ഈ രംഗത്ത് വരുന്ന ലിഥിലാൽ തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം ജാനു തമാശയിൽ ജാനുവടുത്തി, കേളപ്പാട്ടം, മൂസക്ക, ബിന്ദു, പവി ഇവരുടെയൊക്കെ ശബ്ദം ഞാൻ തന്നെയാണ് കേട്ടോ. മൂസക്കിന്റെ ഒക്കെ ശബ്ദം കേട്ടിട്ടില്ലേ? പഠിച്ച തമ്പുരാനെ എന്ത് ഭർത്താനാണ് ജാനുവച്ച് പറയുന്നത്. അതുപോലെ തന്നെ കേളപ്പാട്ടനും ജാനുവടുത്തി നടന്നു പോകുമ്പോൾ കേളപ്പാട്ടൻ ജാനുവടുത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ജാനു, ബിന്ദു പോന്നെ? എൻ്റെ അമ്മേ ഞാനറിയല്ലേ. എന്നാ ബിന്ദു ജാനു ഓക്കണ്ട ജാനു പൊടിമീശ. എൻ്റെ അമ്മേ മെല്ലണപ്പറ കൊളാറ്റം കേട്ട് നിങ്ങൾ മെല്ലണപ്പറ കേളപ്പെട്ട ഉണ്ട് ജാനു. ചില പെൺകുട്ടിയൊക്കെ പൊടിമീശ വന്നാൽ നല്ല രസാ കാണുവേ. ഉയ്യണ്ട ജാനു, ഞാൻ വീണ്. എല്ലാ ജാനു നടക്കുമ്പോ മുമ്പിൽ വലിയ കല്ലുണ്ടെങ്കിൽ പറയണ്ടേ, ഞാൻ വീണില്ല. ബിന്ദുവിന്റെ പൊടിമീശങ്ങൾ കണ്ടി ഇത്രയും വലിയ കല്ല് കണ്ടില്ല എന്നെ കൊണ്ട് പറയാം. ഇന്ന് പറയാനാ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട്. പിന്നെ കേളപ്പാട്ടം മരിക്കാൻ പോയ തമാശയൊക്കെ ഉണ്ട്. അത് എത്ര കേട്ടാലും നമ്മളെ ജാനുവടുത്തിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നല്ല രസമാണ്. ആന്ന് പറഞ്ഞു തരാം. പിന്നെ ഇവിടെ കേൾക്കണേ അടണ്ടല്ലേ ഇനി. അതെന്നാ സംഭവം വെച്ചാല് ഒരു ദിവസം കേളപ്പാട്ടൻ കള്ളും കുടിച്ച് വരുന്ന ഞാൻ കാണുന്നുണ്ട്. മൂപ്പറ കയ്യിൽ ഒരു കയറുണ്ട്. ഞാൻ അടുക്കളയിൽ പോയി ചോറെടുത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോ കേളപ്പാട്ടിനെ കാണുന്നില്ല. കേളപ്പാട്ടിനെടിയാ പോയെങ്കിൽ എൻ്റെ അടുത്ത മുറ്റത്തുണ്ട് വലിയൊരു വരിക്കച്ചക്ക ഉണ്ടെന്ന വലിയ പിലാവ്. ഈന്റെ കൊമ്പും മക്കാരി കുത്തിരിഞ്ഞിന് മൂപ്പറ് കയറി എടുത്തിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാ കേളപ്പാട്ട കയറി എടുത്തിട്ട് കൊമ്പും മന്നെന്തെന്നാ പരിപാടി എന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനും ഇഞ്ചോട് ജീവിച്ചിട്ട് മടുത്ത് ഞാൻ മരിക്കുന്ന. ഞാൻ വിചാരിച്ചു ഇതെല്ലൊന്നും പറയുന്നില്ല, തമാശക്ക് പറയുന്നതായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ വേഗത്തിൽ നോക്ക് കേൾപ്പാട്ട, അങ്ങ് മരിച്ചൂടുന്ന് എന്നോട് അറിയാണ്ട് പറഞ്ഞു. ഒരങ്കൊടുക്ക് കഴുത്തിലിട്ട് അപ്പാടിഞ്ഞ് ചാടി വിട്ട്. എന്തെന്നിട്ടോ എന്നാ പിന്നെ ഊരാൻ കൊടുക്ക കഴുത്തിലിടുമ്പോ മറ്റേ അറ്റം മറ്റേ കൊമ്പിനോട് കെട്ടണ്ട മക്കളെ. ഇത് കെട്ടിക്കില്ലടാ, അങ്ങനെ തന്നെ ഇങ്ങ് തായ വീണതെല്ലാം സഹിക്കാന്നേ മക്കളെ. വീന്നൊച്ച കെട്ടി ചടവലത്തുള്ള കല്യാണി പറയുന്ന ജാനു 2 ചോള എനക്കും തരണേ. ഞാനിതെന്തെന്നാ മക്കളെ കൊടുക്കണ്ട, ഓരോ സംഗതി വെക്കണേ. ഞാനെടുത്തി കേളപ്പാട്ടൻ ഗുളിക കഴിച്ചിട്ട് എന്തോ പ്രശ്നമായി എന്ന് പറയുന്നിട്ടില്ല. എന്താ സംഭവം? കേളപ്പാട്ടൻ ഗുളിക കഴിച്ച ഭയങ്കര ലളിത കേൾക്കണേ, ഞാൻ പറഞ്ഞുതരാം. അതെന്താ സംഭവം വെച്ചാല് ഇപ്പോഴല്ലേ ഒരു വൈറൽ പനി. ഈ പനി കേളപ്പാട്ടിന് വന്ന് മനെ ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. മെഡിക്കൽ ഷാപ്പിൽ നിന്ന് ചെറിയോളൊരു ചോന്ന നിറത്തിലുള്ള ഗുളിക തന്നിന്.
പൊരയിലെത്തിയ പാടന്നെ ഞാൻ കേളപ്പാട്ടിനോട് പറഞ്ഞു, കേളപ്പാട്ട നിങ്ങൾ ചോറും തിന്ന എന്നിട്ട് ഈ ചോന്ന നിറത്തിലുള്ള ഗുളികയും കുടിച്ചോന്നും പറഞ്ഞ് ഞാൻ അങ്ങ് അടുക്കളയെ പോയി കഞ്ഞി പെണ്ണാ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്തേനും മോളെ, ഈ കേളപ്പാട്ടിന് ഒരു ചോന്ന നിറത്തിലുള്ള ഗുളിക കൊടുത്തിട്ടില്ലേ, അത് കുടിക്കറേ ഗുളിക മാറിപ്പോയി. ഗുളിക മാറിപ്പോയി. എന്റെ മക്കളെ ഇത് പറയാൻ വേണ്ടി ഞാൻ ഓടി കേളപ്പാട്ടിന്റെ അടുത്ത് വന്നോക്കുമ്പോ എന്തെന്നാ മൂപ്പർ ആദ്യം ആ ഗുളിക കുടിച്ചേ പിന്നെ ആ ചോറ് ഒന്ന് കാലക്കേട് നോക്കണേ. ഏകദേശം 9 മണിയായിക്കും മോനെ. കേളപ്പാട്ടിന്റെ വയറ്റുന്നൊരു സാധനം ഇങ്ങനെ ഉരുണ്ട് കളിക്കുക മോനെ. അത് പിന്നെ മെല്ലണ നെഞ്ഞത്ത് ഇങ്ങനെ പരുതുക. പണ്ടത്തെ മീൻപാച്ചലാ ഇത് കാലുമക്കൂടിയും കൈമക്കൂടിയും ഇങ്ങനെ ഓടിക്കളിക്കുക. എന്റെ 2 മക്കളാണ് സത്യം പൊലച്ച 4 മണി വരെ ഞാനും ഉറങ്ങിക്കില്ല, കേളപ്പാട്ടിന് ഉറങ്ങിക്കില്ല. എങ്ങനെയല്ലോ നേരം പെടുത്ത് ചീട്ടും ഗുളികയായിട്ട് ഞാൻ ഓടി മെഡിക്കൽ ഷോപ്പിലേക്ക്. എന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ പെണ്ണിനോട് ചെല്ല മോളെ ഇനി എന്ത് ഗുളിക തന്ന്? ഞാനും കേളപ്പാട്ടിനും പൊലച്ച 4 മണി വരെ ഉറങ്ങിന, എന്ത് ഗുളിക തന്ന്? അവിടെ ഓള് പറഞ്ഞു, ഈ ഞാനോട് തീരുങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ ഇത് പെണ്ണുങ്ങൾക്കുള്ള ഗർഭമാത്ര സംബന്ധമായ എന്തോ ഒരു അസുഖത്തിനുള്ള ഗുളിക കൊടുത്ത്. പിന്നെ ഗുളികേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാവം ഗുളികയോ? ആടെ കേളപ്പാട്ടിന്റെ ഗർഭപാത്രം നോക്കി നടന്നല്ലേ ഗുളിക പൊലിച്ച 4 മണി വരെ. പിന്നെ ഗുളികേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യണ്ട മക്കൾ. ഇങ്ങനത്തെ ഓരോ സംഗതിയാണ്. ഈ ഗർഭപാത്ര സംബന്ധമായ ഗുളിക എന്നെല്ലാം പറഞ്ഞ പ്രസവ സംബന്ധമായ ഗുളികയിലായിരിക്കും. അതിനെ കൊണ്ട് പ്രസവ സംബന്ധമായ പ്രസവം എന്നെല്ലാം പറഞ്ഞ ഇന്നത്തെ കാലത്ത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതിന്റെ ഗുളികയിൽ എടുത്ത് കഴിച്ച വലിയ പ്രസവം ഇവൻ എന്നെ കൊണ്ട് അന്ന് 10ഉം 12ഉം പ്രസവിക്കുന്ന കാലത്ത് ഇവൻ പ്രസവം വലിയ സംഭവമാണ്. കാരണം ഇവൻ പറയുന്ന തെറ്റൊന്നുമില്ല. ഇന്ന് പ്രസവം വലിയ സംഭവമാണ്. കാരണം ഇന്ന് സുഖപ്രസവത്തിന് വേറെ പൈസ, വേദനയില്ലാത്ത പ്രസവം വേറെ. അന്ന് 10ഉം 12ഉം പ്രസവിക്കുന്ന കാലത്ത്